ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ റവ 2 ഗ്ലാസ് എടുത്തോണ്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഒരു ചുവന്ന കളറിലാവണം ഈ റവ. അപ്പോൾ വേറൊരു ടേസ്റ്റാണ്. നന്നായി വറവ് ചെല്ലുമ്പോൾ ഈ ഉപ്മാവിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായി വറുത്ത് എടുക്കാം. കണ്ട ഒരുവിധമായി വന്നിട്ടുണ്ട് ഞാൻ വറുത്ത്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തുള്ളത്. ആ നെയ്യ് നമുക്ക് ഉരുകി വന്നിട്ട് അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മസും വറുത്തെടുക്കാം. ആദ്യം ഒരു ചെറിയ പിടി അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മസും എടുത്ത് മാറ്റി വയ്ക്കാം. അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ആ കടുകിട്ടതിൻ്റെ കൂടെ തന്നെ 2 മണി ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വന്നപ്പോൾ ഒരു 2 സബോള ഇട്ടിട്ടുണ്ട്. അത് വഴന്നു വന്നാൽ മതി. അല്ലാണ്ട് മൊരിഞ്ഞതാവൊന്നും വേണ്ട, അത്യാവശ്യം വഴന്നാൽ മതി. അപ്പോൾ ഈ നന്നായി റവ വറുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തീരെ ഒട്ടിപ്പിടിക്കില്ല, നല്ല ഇതായിട്ട് കിടക്കും ഉപ്പുമാവ്. അപ്പം ഞാൻ ഈ സബോള ഒന്നുകൂടി പെട്ടെന്നായി വരാൻ വേണ്ടിയിട്ട് ഉപ്പുമാവിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചുമന്ന കളറിലുള്ള ഉപ്പുമാവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് സാധാരണ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത്രയും വറുക്കില്ല. ഇങ്ങനെ ഒന്ന് വറുക്കുമ്പോൾ ഉപ്പുമാവിന് ടേസ്റ്റ് കൂടും. പിന്നെ അതുപോലെ നെയ്യും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവായിട്ട് മാറും. ഇതിൽ ഞാനൊരു നുള്ള് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക്. അതൊന്ന് മുരിഞ്ഞ് വരണ വരെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 1/2 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. അപ്പം നെയ്യിലൊക്കെ ഈ സബോളയും ഇതൊക്കെ മുരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്നുകൂടി നോക്കണം കേട്ടോ, നമ്മളിട്ട ഉപ്പ് പാകമാണോ എന്നുള്ളത്. അപ്പോൾ തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. നമുക്ക് ഉപ്പൊക്കെ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഒരു സ്വല്പം കുറവുണ്ടായിരുന്നു, ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ച നമ്മുടെ റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വേർതിരിഞ്ഞ് കിടക്കും. മറ്റേ കട്ട പിടിച്ചാണ് നിൽക്കും, നമ്മളുടെ വറവ് ശരിയായില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇതിങ്ങനെ നല്ല ഇതായിട്ട് കിടക്കും. പിന്നെ നമ്മൾ ഈ കിസ്മസും അണ്ടിപ്പരിപ്പും ഇതൊക്കെ ഇടുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പമുണ്ട്, അവർക്ക് ഇഷ്ടമാവും. ഉപ്പാവ് പൊതുവെ ആർക്കും വലിയ താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ വലിയ താല്പര്യമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം. അപ്പം ഇങ്ങനെ വിടർന്ന് നിന്നോളൂ. ഇതിങ്ങനെ കട്ട കുത്തിയോടെ നിൽക്കില്ല, നമുക്ക് ഉപ്മാവ് വേർതിരിച്ച് കിട്ടും. അപ്പം നെയ്യൊക്കെ ചേർത്ത നല്ല ഹെൽത്തി ആയ ഉപ്മാവാണത്. ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പം അതിൻ്റെ കളർ കണ്ടോ, ഉപ്മാവിൻ്റെ കളറ് ഒരു ചുവന്ന കളറിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വൈറ്റ് കൂടുതലുള്ളത് കൊണ്ടാണ്. അണ്ടിപ്പരിപ്പും കിസ്മസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പൊട്ടുകടലൊക്കെ ഇടാം കേട്ടോ, അതുപോലെ ക്യാരറ്റ് ചീവി ഇടാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്